ശത്രു ആരായാലും ശത്രുവിന്റെ ചിലപ്പോൾ പേര് വരുന്നത് ചിലപ്പോൾ അമ്മാണ്. ഇപ്പൊ കാളിയെ തന്നെ പൂജിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ അതിനെ കൂലിയാക്കാനും പറ്റും. ശത്രുവിനെ ശത്രുവായിട്ട് കാണാൻ പഠിക്കണമെന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻസിനെ കുറച്ചും കൂടി കത്തോലിക്കരായിട്ടാണ് ആദ്യം പോയത്. അതിലും കുറെ നേരം പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടും എനിക്കതിലൊന്നും ഒരിത് കിട്ടിയില്ല. കാരണം എന്റെ അവസ്ഥയാണ് പറയുന്നത്, മറ്റൊരാൾക്ക് കിട്ടിയിരിക്കാം, ഒരാളെയും മോശമാക്കിയല്ല. അത് കഴിഞ്ഞ് പിന്നീടാണ് എനിക്ക് ഒരു മന്ത്രം കിട്ടുന്നത്. വെച്ചിട്ടും എനിക്ക് തലോടലൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലി വെളിച്ചം തന്നെയാണെങ്കിൽ ഇരുട് എന്ന് പറഞ്ഞ സാധനമല്ല. ദീപസ്വാമി, ബോധി ദ എൻലൈറ്റ്മെന്റ് സ്പേസിലേക്ക് സ്വാഗതം. ദീപസ്വാമി ഒരു ജ്യോതിഷനാണോ അല്ലെങ്കിൽ ഉപാസകനാണോ? എന്താണ് ശരിക്കും? എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയാത്തൊരവസ്ഥയാണ്. കാരണം ഒന്നാമത് ഞാനിത് പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ജീവിതം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. എന്നിലൂടെ പല ആളുകൾക്കും അതിൻ്റെതായ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ദിബു എന്ന പേരിൻ്റെ കൂടെ സ്വാമി എന്ന് കൂടി കൂട്ടി വിളിക്കാൻ തുടങ്ങി. അത് ഇപ്പം മറ്റു ജോലികൾക്കോ കാരണങ്ങൾക്കോ ഒന്നും പോകാൻ കഴിയാത്ത വേറെ ഒന്നുമല്ല. ഏത് ജോലിക്ക് പോയാലും അവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി ഞാൻ പോരും. എന്നാൽ ആ ജോലികളൊക്കെ ഞാൻ സ്വായത്തമാക്കുന്നുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും താഴെ മുതൽ ഏറ്റവും മുകളിൽ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, സെപ്റ്റി ടാങ്ക്ലൈനിങ് മുതൽ മുകളിലേക്ക് ഇന്ത്യൻ മിലിറ്ററിയുടെ ഓഫീസ് വർക്ക് വരെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ ഇതിലും മേഖലയിലും അതിൻ്റെതായ കാര്യങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. പക്ഷേ അവിടെയൊന്നും സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയാതെ, ITI ഡിപ്ലോമ കഴിഞ്ഞ ഒരാളാണ്, എന്നിട്ട് പോലും അവിടെ ഒന്നും സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയാതെ വേറെ ഓരോരോ അവസ്ഥകൾ കാരണം ഇവിടേക്ക് എത്തി. ഇന്നിപ്പം ഇതൊരു ജോബാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ജോബല്ല. കാരണം നമ്മളൊരു സാലറി പ്രതീക്ഷിക്കുമ്പോഴല്ലേ ജോബ് ആവുള്ളൂ. ഇന്ന് നമ്മൾ സാലറി ഒന്നും പ്രതീക്ഷിക്കുന്നു. പക്ഷെ എൻ്റെ ജീവിതം നടന്നു പോകുന്നതെല്ലാം ഇതിലൂടെ തന്നെയാണ്. നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ആരോടും ഇന്ന് വരെ എനിക്ക് ഇത്ര രൂപ വേണം എന്ന് ചോദിച്ച് മേടിക്കേണ്ട അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഒരു 10-12 വർഷത്തോളമായി. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് പോലും മറ്റൊരാളുകൾക്ക് കാര്യം നടന്നതിന് ശേഷം അവരുടെ റെക്കമെൻഡേഷനിലൂടെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്. കാരണം ഇതിന്റെ മുന്നേ പല ചാനലുകളും വന്നതുപോലെ തന്നെയാണ്. കാരണം അറിയുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവരുടെ നിർബന്ധപ്രകാരം വന്നിട്ടാണ് ഓരോ ഇന്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ മാറ്റം മാറി എൻ്റെതായ ഒരു അവസ്ഥയിലേക്ക് വന്നു എന്ന് മാത്രം. ഇപ്പോ നമ്മൾ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ നെഗറ്റീവ്സ് പറയാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അങ്ങനെ പറയുന്നവരോട് ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പൂജ ചെയ്താൽ മാറുമൊന്നുമില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ പറയുന്നവരോട് എന്താ പറയാനുള്ളത്? അത് ഇപ്പം താങ്കൾ തന്നെ ഇപ്പോൾ ഒരു ചൂടുവെള്ളം എടുത്തു വെച്ചിട്ട് അതിൽ കൈയിട്ടിട്ട് ചൂടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്നവൻ എന്താ പറയാ, അത് പച്ചവെള്ളമാണ് അല്ലേ? എന്ത് കാര്യത്തിന് അനുഭവം വരുമ്പോഴേ നമ്മളതിൽ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ മേഖലയിൽ തന്നെ എന്നോട് പറയുന്ന പലരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് അനുഭവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ദൈവികമായിട്ടുള്ള ശക്തി എന്താണെന്ന് അറിയാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരാം. പക്ഷെ ഞാനത് അനുഭവിച്ചു കഴിഞ്ഞാലും ഞാൻ അങ്ങനെയൊന്നുമില്ല എന്ന് പറയാനാണെങ്കിൽ വരണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തലോടി കാണിച്ചു തരും. അപ്പൊ ആ തലോടൽ അനുഭവിച്ചിട്ടും എനിക്ക് തലോടലൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തല്ലിയെ കാണിച്ചു പോകും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ മേഖലയിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം താങ്കളെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് താങ്കളെ മോശമാക്കി സംസാരിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ ഇവിടെ ഉള്ള താങ്കളുടെ ബോസ് സമ്മതിക്കും? ഇല്ല. അത് താങ്കളും അവരുമായിട്ട് ദേഷ്യത്തിലാണെങ്കിൽ പോലും സമ്മതിക്കില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ രീതിയിൽ ഞാൻ കൊണ്ട് നടക്കുന്ന ചില മൂർത്തിഭാവങ്ങളുണ്ട്. മൂർത്തിഭാവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നടത്തി തരുന്ന, അല്ലെങ്കിൽ എന്നോടൊരു ആഗ്രഹം ഒരാൾ പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടി എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു മൂർത്തിഭാവങ്ങൾ കൊണ്ടാണ്. അപ്പം മറ്റുള്ളവർ പറയുന്ന പോലെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 2 എനർജീസ് ഉണ്ട്. നമുക്ക് പോസിറ്റീവും വേണം നെഗറ്റീവും വേണം, രണ്ടും ഉണ്ടാവും, എന്നാലേ അതിന് കാര്യം ഉണ്ടാവുള്ളൂ. കാരണം ഇരുടിനെ നമ്മൾ കാണുന്നത് വെളിച്ചമില്ലാതെ ആകുമ്പോഴാണ്. വെളിച്ചം തന്നെയാണെങ്കിൽ ഇരുട് എന്ന് പറഞ്ഞ സാധനമല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ എനർജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അനുഭവം കിട്ടാനുള്ള അവസ്ഥയിലാണ്. എനിക്ക് ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പല ആളുകളും എനിക്ക് ഒരു സ്ഥലത്തുനിന്നും ഒരു അനുഭവം കിട്ടിയില്ല, എൻ്റെ ഒരുപാട് കാശ് ഞാൻ ചെലവാക്കി, ഒരുപാട് പൂജകൾ ഞാൻ ചെയ്തു എന്നും പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, എന്നെ വിളിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രശ്നം ആദ്യമേ എന്നോട് പറയാനാണെങ്കിൽ എന്നെ വിളിക്കണ്ട. നിങ്ങളുടെ പ്രശ്നം കേൾക്കാനുള്ള ഒരാളായിട്ട് എന്നെ കാണണ്ട. നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ്, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്.
ആ ബുദ്ധിമുട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. അല്ലാതെ അതായത് ഇങ്ങോട്ടേക്ക് പ്രശ്നങ്ങൾ പറയുന്നതിന് മുൻപ് കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ സ്വാമി തന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അങ്ങോട്ടേക്ക് ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കും. ആ ചോദിക്കുന്നതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട്, കാരണം ഇതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനിതൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് അതിൻ്റെതായ ആധികാരികമായിട്ടൊന്നും ചെയ്യാൻ അറിയില്ല. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ പലർക്കും പല മാറ്റങ്ങളും വരുന്നുണ്ട്. മനസ്സിലായി? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ദോഷം തീർക്കാൻ വരുന്ന ആളുകളോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, ശത്രു ആരായാലും ശത്രുവിന്റെ ചിലപ്പോൾ പേര് വരുന്നത് ചിലപ്പോൾ അമ്മ എന്നായിരിക്കും. മുലകുട്ടി ആ സ്ത്രീ തന്നെ ഉദയക്രിയ ചെയ്യാനും മെനക്കെടുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്മ എന്നുള്ള സ്ഥാനത്താണ്. അതുകൊണ്ട് അമ്മയ്ക്കൊന്നും പറ്റരുത്, എന്റെ കാര്യം നേരെയാവണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ആരും വരണ്ട. കാരണം ശത്രുവിനെ ശത്രുവായിട്ട് കാണാൻ പഠിക്കണമെന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കാം? ശത്രുവിന്റെ സ്ഥാനത്ത് വന്നാൽ അവിടെ പിന്നെ അമ്മയും അച്ഛനും ഒന്നുമില്ല. എന്റെ രീതി അതാണ്. മനസ്സിലാവും? അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഈ ദോഷം ചെയ്തത് ആരാണോ അവൻ ഈ തിരിച്ചടി കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വരാവുള്ളൂ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം നിങ്ങളുടെ ശത്രുവിനൊന്നും പറ്റരുത് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷം പിന്നെ എങ്ങനെ തീർക്കുക? കാരണം ഇതിപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന ദോഷങ്ങൾ, കാരണം ഈ നെഗറ്റീവ് ഫോം ആണ് നിങ്ങളെ ഈ പൂർണ്ണമായിട്ടും ഈ അവസ്ഥയിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ കാളിയെ തന്നെ പൂജിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ അതിനെ കൂളിയാക്കാനും പറ്റും. കാളിയുടെ നെഗറ്റീവ് ഫോം ആണ് കൂളി. മനസ്സിലായില്ല? അപ്പൊ ആ അവസ്ഥയിൽ കൂളീനെ കൊണ്ട് പണിയെടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് നെഗറ്റീവേ ഉണ്ടാവുള്ളൂ. അതൊരു കാളി ഉപാസകനെ കൊണ്ട് കാളീനെ കൂളിയാക്കാൻ വലിയ സമയമൊന്നും വേണ്ട. മനസ്സിലാവും? ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പൊ കൂളീനെ കൊണ്ട് നിങ്ങൾക്ക് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഈ സാധനത്തിനെ ഞാൻ അവിടുന്ന് മാറ്റി വെക്കുകയാണ്. അതിനെ തിരിച്ച് ഞാൻ ആ നെഗറ്റീവിനെ എടുത്തിട്ട് ഞാനത് എനിക്ക് പോസിറ്റീവായിട്ട് ഞാൻ കയ്യിൽ വെക്കാറാണ്. എൻ്റെ രീതിയാണത്. അതിപ്പം മറ്റൊരാളുടെ രീതി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പം എൻ്റെ പൂജാവിധികൾ മറ്റൊരു പൂജകൻ, പൂജ പഠിപ്പിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ പൂജ പഠിച്ച ഒരാളോ വന്ന് കണ്ടാൽ എൻ്റെ പൂജ ഇയാൾ എന്താ ചെയ്യണമെന്ന് ചോദിക്കും. മനസ്സിലാവും? എൻ്റെ സിസ്റ്റം ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതോ. അതിന് മറ്റൊരു ഗുരുസ്ഥാനം അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചു എന്നൊന്നും പറയാറില്ല. എനിക്ക് പൂജ ചെയ്യണം എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ണടച്ചിരുന്ന സമയത്ത് എനിക്കത് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വാദം, അതല്ലെങ്കിൽ എൻ്റെ വിശ്വാസം. മനസ്സിലാവും? അത് ആ കാഴ്ച എന്താണോ ആ കാഴ്ചയ്ക്ക് അനുസരിച്ച് ഞാൻ ചെയ്യുന്നത്. അത് ചെയ്തിട്ട് മാറ്റങ്ങളുണ്ട്. അപ്പം ശത്രു ആരാണ് എന്ന് അറിയാമെങ്കിൽ കൂടി ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ശത്രു ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പൂജയ്ക്ക് ഇരിക്കരുത്. ശത്രുവിനെ കണ്ടുകൊണ്ട് പൂജ ചെയ്യരുത്. നേരെ മറിച്ച് നമുക്ക് ആരാണോ ഈ ദ്രോഹം ചെയ്യുന്നത് അവന് തിരിച്ചടി കിട്ടണേ എന്ന് പറയാറുണ്ട്. അങ്ങനെ ചെയ്തു പോയ പലർക്കും അതിന്റെ അവസ്ഥ സെക്കൻഡുകൾ കൊണ്ട് കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലാവും? ഇപ്പം പൂജയ്ക്ക് ഇപ്പോൾ ഒരാളിവിടെ ട്രിവാൻഡ്രമുള്ള ഒരാളായിരുന്നു. പുള്ളി ഒരു പൂജയ്ക്ക് വീട്ടിൽ വന്ന് അപ്പം ഞാൻ നോക്കി, പൂജയ്ക്ക് വരാൻ പറഞ്ഞിട്ടാണ് വന്നത്. പുള്ളി ഈ പൂജനോട് എത്രത്തോളം ഫലം കിട്ടും എന്നുള്ളൊരു അനുഭവമായിരുന്നു പുള്ളിക്ക്. അപ്പോൾ വേറൊരാളുടെ പൂജയ്ക്കാണ് പുള്ളിനോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വന്നിരിക്കും, കാരണം ഈ പൂജ ചെയ്യുന്ന ആൾ ഓൺലൈനിലാണ് ചെയ്യുന്നത്. പുള്ളിക്ക് ഈ വരാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ട് പുള്ളി ഓൺലൈനിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് അവിടെ എഫക്റ്റ് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ ഓരോരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഈ പൂജ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് അവിടെ എഫക്റ്റുകൾ വരുന്നുണ്ട്. മനസ്സിലാവും? അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പുള്ളിനോടും വരാൻ പറഞ്ഞു. ഈ പുള്ളി വന്ന് കയറി പൂജ തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് പുള്ളിക്ക് ഒരു കോള് വരുന്നുണ്ട്. കാരണം പുള്ളിയുടെ വൈഫിന്റെ കുടുംബമാണ് ഇത് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി അത് അംഗീകരിക്കാവുന്ന ഒരാളാണ്. ഇപ്പൊ ഈ പുള്ളിയുടെ വൈഫിന്റെ അച്ഛന്റെ അനിയൻ പെട്ടെന്ന് വീണു. അത് കാണുന്നത് അവര് പുറത്ത് വന്നപ്പോൾ ഈ പുള്ളി വീട്ടിന്റെ പുറത്ത് വീണ് കിടക്കുന്നതാ കണ്ടേ. അപ്പോഴത്തേക്കും കോള് വന്നു, ഇങ്ങനെ പാപ്പ ഇങ്ങനെ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. പാപ്പനുള്ള കൊച്ചച്ഛനോ അങ്ങനെ എന്തോ ആണ് വിളിച്ചത്. ഇങ്ങനെ പറ്റിയിട്ടുണ്ട്, വീണ് കിടക്കുന്നതാ കണ്ടത് പറഞ്ഞു. പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും പൂജയ്ക്ക് വന്നല്ലേ, പൂജയ്ക്ക് ഇരിക്കുക പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിനോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ ആളെ ആയിരുന്നില്ലേ ഞാൻ അന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, സ്വാമി പറഞ്ഞ അടയാളങ്ങളൊക്കെ ഈ ആള് തന്നെയായിരുന്നു. ശരി, കുഴപ്പമില്ല, എന്തായാലും ഇരിക്കൂ. ഒരു കാരണവശാലും ആ ആളാണെന്ന് പറഞ്ഞ് പൂജയ്ക്ക് ഇരിക്കരുത്. നിങ്ങളെ ദ്രോഹിച്ചത് ആരാണോ അയാൾക്ക് തിരിച്ചടി കിട്ടട്ടെ എന്ന് പറഞ്ഞിരിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളി അതേപോലെ തന്നെ പുള്ളി ആ സമയത്ത് തന്നെ പുള്ളിയുടെ വൈഫിന് പെട്ടെന്ന് ഡേറ്റിന്റെ പ്രശ്നമാണ്. ഒരു 10 ദിവസം കഴിഞ്ഞ് വരേണ്ടത് ആ ദിവസം തന്നെ വന്നു. ഞാൻ പറഞ്ഞു, പുള്ളിക്കാരിനോട് പറഞ്ഞു, എന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്, വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു. വീടിന്റെ അകത്തുനിന്ന് തന്നെയാണ് പൂജ വരുന്നത്. അപ്പോ ഈ പുള്ളിയും പുള്ളിയുടെ മകനും വന്നിരുന്നു. പൂജ കഴിഞ്ഞ് എണീറ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടുന്ന് വീണ്ടും കോള് വന്നു, ആള് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്ര എഫക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്.
ഇത് ഒരു കേസല്ല, ഇതേപോലെ ഇതിനോട് സാമ്യം വരുന്ന പല കേസുകളും ഈ ജീവിതകാലത്തിന്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യം കൂടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്രയും സ്പീഡായിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ നാളെ ഒരു തിരിച്ചടി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ തിരിച്ചടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച് വന്ന ഒരു മേഖലയല്ല ഇത്. ഞാൻ ഇതൊന്നും പഠിച്ചിട്ടുമല്ല, പക്ഷെ ഞാൻ ഈ കൊലത്തിലായല്ലോ. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ അനുഭവിക്കാനുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പിന്നെ പേടിക്കുന്നത്? ഈ രീതിയിൽ ഞാൻ എത്തിയത് ഞാൻ പറഞ്ഞിട്ടോ പഠിച്ചിട്ടോ അല്ലെങ്കിൽ നീ നാളെ വരാനുള്ള ദുഃഖത്തിനെ പറ്റി ഞാൻ ഇപ്പോഴേ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നേ തൊഴുത് പിടിച്ച് പോകണ്ടല്ലോ, ഗുരുവായൂർ പോയിട്ട് തൊഴുതാ പറയും. അത്രേ എനിക്കതിൽ പറയാനുള്ളൂ. കാരണം കർമ്മങ്ങൾ എന്താണോ നമ്മളെ വിധിയായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ എൻ്റെ അടുത്ത് വരുന്ന വ്യക്തിനെ ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ നമ്മളിപ്പം തള്ളി വിടുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രചോദന വരുന്നത് അല്ലേ? നിങ്ങളെ മേലിപ്പം ഒരു ചൊറിയണ പൊടി ഇട്ടു, നിങ്ങളത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അവന് വീണ്ടും വീണ്ടും അത് ഇടാനേ തോന്നുള്ളൂ. നേരെ മറിച്ച് ഈ പൊടി അവന്റെ മേല് വീണല്ലോ, അവന് നിങ്ങളുടെ മേലെ ഇടാനുള്ള സമയം കിട്ടില്ല, അവന് ചൊറിഞ്ഞുകൊണ്ടിരിക്കാനും നേരം തോന്നും. ഇത് തന്നെയാണ് ഇതിന്റെ രീതി. കാരണം ഒന്ന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിർത്തിക്കോളും. നമ്മളിപ്പോ ഒരു 10 ആള് കൂടി തല്ലാൻ വരികയാണെങ്കിലും വരുന്നവന്റെ അടുത്ത് ആദ്യം പറയാണ്, ഒന്നും അറിയാത്തവനായിരിക്കും, ചിലപ്പോൾ വെറും കൈയോടെ നിൽക്കുന്നവനായിരിക്കും, ആ മുന്നിൽ നിന്ന് കണ്ട് പറയാണ്, നീ എന്നെ തല്ലിയത് ഉറപ്പാണോ, നിന്നെ ഞാൻ തീർക്കും എന്നൊരു വാക്ക് പറഞ്ഞു നോക്കിയേ, അവന് തല്ലാൻ ഇച്ചിരി പേടിയുണ്ടാവും. കാരണം ഇവന്റെ കയ്യിൽ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ഇവൻ ആരോ ഉണ്ട് എന്നുള്ളൊരു പേടി അവന്റെ ഉള്ളിൽ കിട്ടും. ഇത് തന്നെയാണ് അവിടെ അവസ്ഥ. അങ്ങോട്ട് ചെയ്യുന്നവനെ നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാറ്റിക്കൊണ്ടിരിക്കലേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അത് മറിച്ച് തിരിച്ചു ഒന്ന് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ അടി കൊണ്ട് അവന്റെ വഴിയായിട്ട് പോയിക്കോളും. പിന്നെ ഈ ഒരു ലുക്ക് കാണുമ്പോ പേടിയോടെ നോക്കുന്നവരുണ്ടാവും. ഞാനും ആദ്യം പേടിയോടെ ഇരുന്ന് കണ്ടത്. അപ്പോ ഇത് നമ്മൾ ഈ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ആളുകൾ നോക്കി കാണാറുള്ളത്? ചിലർക്ക് പരിഹാസമാണ്, ചിലർക്ക് ഭയമാണ്, ചിലർക്ക് ജിജ്ഞാസയാണ്. അത് ഓരോരുത്തരുടെ അവസ്ഥ പോലെ ഇരിക്കും. കാരണം ഈ ഒരു കോലത്തിൽ ചിലപ്പോൾ ആരും മറ്റൊരു വ്യക്തിനെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു രൂപത്തിൽ നടക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ രൂപത്തിൽ നടക്കണം എന്നുള്ളത് എന്റെ രീതിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ ഇഷ്ടപ്രകാരമല്ല ഈ കർമ്മങ്ങളോ കാര്യങ്ങളോ ചെയ്യുന്നത്. അതിന് ഓരോരോ അവസ്ഥകളിലേക്ക് എത്തിപ്പെട്ടതാണ് ഞാൻ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്നൊരു മനുഷ്യനാണ്. മനസ്സിലാവും? ദൈവമില്ല എന്നും പറഞ്ഞ് കുറെ നടന്നു. പിന്നെ ദൈവത്തിനെ കണ്ടെത്തണം ഉണ്ടോ എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്യണം എന്നുള്ള തോന്നല് കുറെ മുസ്ലിം മതത്തിന്റെ രീതിയിൽ കുറെ നടന്നു. ഖുർആൻ പാരായണം നിസ്കാരവും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് ക്രിസ്ത്യൻസിന് അതിൽ നോക്കിയപ്പോൾ എനിക്ക് അതിലും കറക്റ്റായിട്ട് എനിക്കൊന്നും ലിങ്ക് ആയില്ല. അപ്പം നേരെ ക്രിസ്ത്യൻസിലേക്ക് പോയി. ആ ക്രിസ്ത്യൻസിനെ കുറച്ചും കൂടി കത്തോലിക്കരായിട്ടാണ് ആദ്യം പോയത്. അതിലും കുറെ നേരം പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടും എനിക്ക് അതിലൊന്നും ഒരിത് കിട്ടിയില്ല. കാരണം എന്റെ അവസ്ഥയാണ് പറയുന്നത്, മറ്റൊരാൾക്ക് കിട്ടിയിരിക്കാം, ഒരാളെയും മോശമാക്കുകയല്ല. അത് കഴിഞ്ഞ് പിന്നീടാണ് എനിക്ക് ഒരു മന്ത്രം കിട്ടുന്നത്. ഞാനിപ്പം ഹിന്ദുവിൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും മേഖല ഉണ്ടോ അതുകൂടി ഒന്ന് തിരയാം എന്നുള്ള ധാരണയിലായിരിക്കാം. അപ്പൊ ആ ഒരു ചിന്താഗതിയിൽ അപ്പം ജീവിതത്തിന് അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ ഞാൻ അതിനു വേണ്ടി കുറച്ച് സെർച്ച് ചെയ്ത സമയത്താണ് എനിക്ക് ഒരു മന്ത്രം കിട്ടുന്നത്. ഞാൻ ആ മന്ത്രം കുറച്ച് ജപിക്കാൻ തുടങ്ങി. ആ ജപം കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയി വരാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ആളുകൾക്ക് ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഇത് പ്രതിവിധി പറഞ്ഞു കൊടുത്തു. അവര് ആ പ്രതിവിധി അനുസരിച്ച് ആദ്യം വിശ്വാസമില്ലാത്തവരുണ്ടായിരുന്നു. എന്താ നോക്കാന്നുള്ള ധാരണയിൽ ചില കാര്യങ്ങൾ ചെയ്തു. അവർക്ക് അത് എഫക്റ്റ് ആയി. ചില കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ ഈ ബാധാ ദുരിതങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് ബാധ എന്ന് പറഞ്ഞു ഇപ്പം കേൾക്കുന്നവൻ പറയും അത് അന്ധവിശ്വാസമാണ്. അവനവന്റെ കുടുംബത്തിൽ സംഭവിക്കാത്തിടത്തോളം കാലം അത് അന്ധവിശ്വാസം. മനസ്സിലല്ലോ? ഓരോ കുടുംബത്തിലും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മേഖല വല്ലാത്തൊരു ഫീലാണ്. കാരണം ഇത് പൂർണ്ണമായി മാറിയാലും ചിലപ്പം മൈൻഡ് സമ്മതിക്കില്ല. കാരണം നമുക്ക് 2 മൈൻഡായിട്ടുണ്ട്, ബോധമനസ്സും ഉപബോധ മനസ്സും. ഇപ്പം കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും എന്ന് പറയുന്ന ആ 2 സാധനങ്ങൾ നമുക്കുണ്ട്. ഇതിൽ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പറയാണ് നമ്മൾ ബാധിച്ചിരിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നിപ്പോയാൽ പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മനസ്സിലാവും? കാരണം കോൺഷ്യസ് മൈൻഡിന്റെ പവർ അല്ല അൺകോൺഷ്യസ് മൈൻഡിനുള്ളത്. അൺകോൺഷ്യസ് മൈൻഡിനാണ് കുറച്ചുകൂടി പവർ ഉള്ളത്. അതിനെ ഉണർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ആയി, അല്ലെങ്കിൽ ഒരു പവർ നമുക്ക് ഇപ്പൊ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ദേവതയുടെ പേരിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു പവർ നമ്മളിലേക്ക് വരും. അപ്പൊ ഈ പവർ വരുമ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു ശക്തിനെ നമ്മൾ ആശ്രയിക്കും. ആ ശക്തിയുടെ പേര് നമ്മൾ ആശ്രയിക്കും.
അങ്ങനെ ആശ്രയിച്ചാണ് ഞാൻ കാളി എന്ന് പറയുന്ന ഒരു ഭാവത്തിന്. കാരണം കാളി അമ്മയായിട്ടും കൂടപ്പറപ്പായിട്ടും കൂട്ടുകാരിയായിട്ടും എല്ലാം ഒപ്പരം നിൽക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതിലൂടെ പലർക്കും അനുഭവങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫോൺ കോളിലൂടെ പോലും എൻ്റെ പ്രസൻസ് എനിക്ക് അവിടെ ഫീൽ ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ട്. അനുഭവസ്ഥർ ഒരുപാടുണ്ട് താനും. അപ്പൊ ഈ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഇപ്പൊ ഒന്നും കൂടി വരുന്ന സമയത്ത് ഞാനിപ്പോ കൊടുങ്ങല്ലൂർ ഒന്ന് കയറി തൊഴുതിട്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ഒരു അമ്മ ഉണ്ട്, പുള്ളിക്കാരി ലോട്ടറി വിൽക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരി വന്നു അതേമാതിരി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ലോട്ടറി എടുക്കലില്ല, കാരണം ലോട്ടറി എടുത്താൽ വലിയ ബുദ്ധിമുട്ടാണ്. അഥവാ അടിച്ചു പോയാലും കാലാകാലം ഞാൻ അതിന്റെ ബുദ്ധിമുട്ടായിട്ട് നടക്കണം. കാരണം അതിന് ടാക്സും മറ്റേതും മറിച്ചതും ഒക്കെ ആയിട്ട് പിന്നെ കുടുംബം വിറ്റ് അതിന്റെ കടം തീർക്കാൻ നടക്കണം. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രശ്നം, ഇപ്പോഴത്തേന്നല്ല, നമ്മുടെ ഗവൺമെന്റിന്റെ പ്രശ്നം. കാരണം ടാക്സ് ഒക്കെ അടിച്ചടച്ച് വെട്ടാരടങ്ങിപ്പോ. അപ്പൊ അതുകൊണ്ട് ലോട്ടറി ഞാൻ എടുക്കാറില്ല. പക്ഷെ ഈ അമ്മ ഇങ്ങനെ വന്നപ്പം വയ്യാന്ന് ചേട്ടാവും ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലും എന്റെ ദേവത എന്തോ ഒന്ന് പറഞ്ഞു എന്നോട്, എന്താന്നുള്ളത് പിന്നത്തെ കാര്യം. പക്ഷെ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താ വയ്യായെന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ പറഞ്ഞു എനിക്ക് രാമവാദത്തിന്റെ ആണെന്ന് തോന്നുന്നുണ്ട്, എന്റെ മേലൊക്കെ കോച്ചി പിടിക്കുകയാണ്. ഞാൻ വന്നൊന്ന് കൈയൊന്ന് പിടിക്കട്ടെ, ഒന്ന് കൈയൊന്ന് തൊട്ടോട്ടെ ചോദിച്ചു. കുഴപ്പമില്ലായിരുന്നു, കൈ തന്നു. ഞാൻ കൈയൊന്ന് പിടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി പറഞ്ഞു എന്റെ ശരീരത്തിൽ കുറച്ച് വെയിറ്റ് കുറഞ്ഞ പോലെ എന്തോ ഒരു സുഖം തോന്നുന്നുണ്ട്. എന്താ സുഖം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആ കൈ അങ്ങനെ തന്നെ പിടിച്ചു. ഞാൻ പറഞ്ഞു എന്താ പറ്റിയേ, എന്താ ആരെങ്കിലും ആയിട്ട് വാക്ക് തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരി പറഞ്ഞു ഇല്ല, ആരായിട്ടും ഇല്ല. പിന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെ കുടുംബത്തിലൊരു വസ്തുതർക്കത്തിന്റെ ഒരു പ്രശ്നത്തിൽ ഉണ്ടായിരുന്നു, അപ്പൊ ഞാനും കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. ശരിയോ, അവരെ നിങ്ങളോട് എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നോ അല്ലെങ്കിൽ നീ അനുഭവിക്കുന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം, അതെനിക്ക് ഓർമ്മയിലില്ല. ശരി, കുഴപ്പമില്ലായിരുന്നു. നേരെ കൂട്ടി വസൂരിമലയുടെ മുന്നിലേക്കാണ് പോയത്. അവിടെ ചെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ പുറത്തൊരു ചെറുങ്ങനം താട്ടി. പുള്ളിക്കാരോട് ഒന്ന് നടന്നിട്ട് പറഞ്ഞു. പുള്ളിക്കാരിക്ക് ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടായില്ല എന്നുള്ളത് എൻ്റെ കൂടെ വന്നവർ കണ്ട അനുഭവം. മനസ്സിലാവും. അതിന് നമ്മൾ ദക്ഷിണ ഇങ്ങോട്ട് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചല്ല നമ്മൾ ചെയ്തത്. നേരെ മറിച്ച് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ലോട്ടറി, അപ്പം ഉണ്ടായിരുന്ന ലോട്ടറി മൊത്തമായിട്ട് ഞാൻ എടുത്തു. അവർക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഗുണം അത് മാത്രമേ ഉള്ളൂ. കാരണം ഞാനിപ്പം കോടീശ്വരനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാന്ന് പറഞ്ഞ നടന്നൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്കപ്പം അത് ചെയ്യാൻ എൻ്റെ അമ്മ പറഞ്ഞു, ഞാനത് ചെയ്തു. അതിൽ നിന്ന് പിന്നെ അവരെവിടെയാന്ന് പോലും ഞാൻ തിരിഞ്ഞു നോക്കാതെ ഞാൻ എൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. എന്നാൽ അതാണ് എൻ്റെ രീതി. കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്തു, നിങ്ങളെ കയ്യിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. അപ്പൊ അവിടെ വരുന്ന ആളുകളാണെങ്കിലും എൻ്റെ വീട്ടിൽ പ്രശ്നം നോക്കാൻ വരുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതികെട്ട ആളുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. മനസ്സിലാവും. കഞ്ഞി കുടിക്കാൻ ഗതിയില്ല എന്ന് പറയുന്ന ആളുകൾ അവിടെ വരുന്നുണ്ട്. എവിടെന്നെങ്കിലുമൊക്കെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കടം മേടിച്ചിട്ടൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഈ വന്നവർക്കൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അത് ശരി, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ജെനുവിനാണ്. കാരണം നമ്മളെയും പറ്റിക്കാന്ന് വിചാരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതും ഉണ്ട് കേട്ടോ അതില്. കാരണം ഗതികേട് തീർക്കാൻ വരുന്നവനും അവന്റെ ഗതികേട് കുറച്ച് കൂടട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പം അവിടുന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വന്നതെന്ന് ഞാൻ എടുത്തു കൊടുത്ത ഒരുപാട് അനുഭവമുണ്ട്. അത് കണക്കോ കാര്യങ്ങളോ പറയല്ല, എൻ്റെ രീതി അതാണ്. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ കരുതൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളല്ല. അപ്പം ഇന്ന് പൂജ ചെയ്ത് നാളെ ഫലിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. പക്ഷെ നടന്ന അനുഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇപ്പം വേദനകളൊക്കെ ആയിട്ട് വിളിക്കുന്ന ആളുകൾക്ക് വേദന മാറി ഒരുപാട് അനുഭവങ്ങൾ. കാരണം ഇപ്പം ചിലപ്പോൾ ഈ ഇത് വീഡിയോ പുറത്തു വരുന്ന സമയത്ത് അതിന് അനുഭവസ്ഥർ കാണുകയാണെങ്കിൽ അവർക്ക് പറയാം. ഇല്ല, ഇപ്പം നമ്മൾ തന്നെ എടുക്കുന്ന ഇപ്പൊ ഒത്തിരി ഇന്റർവ്യൂസ് നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ കൂടി അവിടെ വന്ന് അനുഭവസ്ഥരായിട്ടുള്ളവർ എൻ്റെ അടുത്ത് ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞിട്ടുള്ളവരും ഉണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയാണ് എൻ്റെ രീതി. അപ്പൊ ഇതില് എന്താ പറയാ, ഒന്നാമത്തത് ഞാനിത് പഠിച്ചതല്ല, കാശ് മുടക്കി പഠിച്ചതല്ലാത്തതുകൊണ്ട് വില പറഞ്ഞ് വിൽക്കാൻ പറ്റില്ല. പിന്നെ കർമ്മത്തിന് അതിന് ഞാൻ വില പറയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ദുരിതം ഞാൻ തീർക്കുന്ന സമയത്ത് വല്ല ഹോമത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൂടെയാണ് തീർക്കുന്നതെങ്കിൽ ആ ഹോമം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചെളി വരേണ്ട കൈ പിടിച്ചാണ് ഞാൻ നിങ്ങളെ വലിച്ചു കയറ്റുന്നത്. എന്റെ കയ്യിലും ചെളി ആവുന്നുണ്ട്. ഈ ചെളി ഞാൻ കഴുകി കളഞ്ഞില്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആ ചെളി കയറും, ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ കൈ കഴുകണമെങ്കിൽ അതിന് അതിൻ്റെതായ കർമ്മങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തിൽ കിടക്കുന്ന കാശ് എടുത്തിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നവൻ ചോദിക്കും തന്റെ കുടുംബത്തിലെ പ്രശ്നം തീർക്കാൻ തനിക്ക് പറ്റില്ല, പിന്നെയാണ് ഈ നാട്ടുകാരുടെ പ്രശ്നം തീർക്കാൻ നോക്കണമെന്ന് ചോദിക്കും. സത്യമല്ലേ? അപ്പൊ അത് വേണ്ട.